നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ സിപിഐഎം പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നുമ്മൽ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടത്തിയത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് പരുത്തിയുമായി വന്ന ലോറിയിൽ എഞ്ചിൻ ഭാഗം തീപിടിച്ചു കത്തി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി തീയണച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ടഗ്ഗിടിച്ച മത്സ്യബന്ധന ബോട്ട് തകർന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. 6 തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് ജില്ലയിൽ +2 പരീക്ഷയിൽ 71.72% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വിജയ ശതമാനത്തിൽ വർധനവുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ല ഇത്തവണ സംസ്ഥാനത്ത് വിജയ ശതമാന നിരക്കിൽ ഏറ്റവും പിന്നിലായി മാറി. സംസ്ഥാനത്ത് 77.97% വിജയം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്വന്തമാക്കി അപൂർവ നേട്ടത്തിനുടമയായി കരോളത്തെ എം മുഹമ്മദ് ഷുഹൈബ്. കുവൈത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കെ അയ്യൂബിന്റെയും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ അധ്യാപിക എം ബുഷ്രയുടെയും മകനായ ഈ മിടുക്കൻ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. MES കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6 കാഞ്ഞങ്ങാട്ട് നടക്കും. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം മൈത്രി ഭവനിൽ ചേർന്ന MES ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും കൺവെൻഷനാണ് തീരുമാനം. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ CPIM പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കുന്നുമ്മൽ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടത്തിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ CPIM പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കുന്നുമ്മൽ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. M പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M രാഘവൻ, K സബീഷ് എന്നിവർ സംസാരിച്ചു. പഴയ കേസ്, കോടതിയെല്ലാം പുച്ഛിച്ച് തള്ളിയ കേസ് വീണ്ടും പൊടിതട്ടിയെടുത്ത് പിണറായി വിജയനെ അങ്ങ് ജയിലിലടച്ച് കളയാമെന്നാണ് VDയും അതുപോലെ തന്നെ EDയും മോഡിയും എല്ലാം ചേർന്ന് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സഖാവ് പിണറായി. ഈ ജാഥയിൽ മുദ്രാവാക്യം വിളിച്ച പോലെ മീശ മുളക്കുന്നതിന് മുമ്പ് ജയിലറ കണ്ടത്, അതുപോലെ തന്നെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഇന്നലെ വന്ന നേതാവല്ല കോൺഗ്രസിന്റെയോ BJPയുടെയോ നേതാക്കന്മാരെ പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നേതാവല്ല സഖാവ് പിണറായി വിജയൻ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റും അധികാരികളും തയ്യാറാകുന്ന ഇന്നലെ SFIയുടെ കുട്ടികളെ ഒരു കാരണവുമില്ലാതെ കേരളത്തിന്റെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കുന്ന കേരള സർവകലാശാല സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SFI വെന്നിക്കൊടി പാറിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ സതീശന്റെ പോലീസ് SFIയെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അടിച്ച് കയ്യും കാലും ഒടിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പുതിയകോട്ടയിൽ റോഡ് ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് പരുത്തിയുമായി വന്ന ലോറിയിൽ എഞ്ചിൻ ഭാഗം തീപിടിച്ചു കത്തി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി തീയണച്ചു. പ്ലാസ്റ്റിക് മാറ്റ് ചൂടായി കത്തിയെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പരുത്തി കയറ്റി ഇളമ്പച്ചിയിലെ ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് വൈകുന്നേരം എത്തിയതായിരുന്നു ലോറി. ക്യാബിനിൽ നിന്ന് ആദ്യം പുക ഉയരുകയായിരുന്നു. ഉടൻ ജീവനക്കാരും ലോറി ഡ്രൈവർ തമിഴ്നാട് ബോധിക്കടുത്തുള്ള JK പത്ത് സ്വദേശി സൽവവും ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചെങ്കിലും സന്ധ്യയോടെ വീണ്ടും പുക ഉയരുകയും ക്യാബിനിലെയും എഞ്ചിനകത്തെയും വയറുകൾ കത്തുകയുമായിരുന്നു.
ക്യാബിനിൽ നിന്ന് പുക വന്നതോടെ ഗാദി സെക്യൂരിറ്റി ജീവനക്കാരൻ സി രാജൻ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയിച്ചു. തുടർന്ന് സീനിയർ ഫയർഫോഴ്സ് ഓഫീസർ പി രാകേഷിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയാണ് രാത്രി 8 മണിയോടെ തീയണച്ചത്. ആദ്യം തീ പിടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ക്യാബിന്റെ പിന്നിലെ ക്യാബ് ഓവർ ഹൈഡ്രോളിക് സിസ്റ്റം കേടുവന്നത് എഞ്ചിൻ ഭാഗത്ത് പുക ഉയർന്നത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു. പരുത്തി കയറ്റിയെത്തിയ ലോറിയിൽ കോട്ടയത്തേക്ക് കിടക്കകൾ കയറ്റുന്നതിനിടയിലാണ് മുൻഭാഗത്ത് പുക ഉയർന്നത് കണ്ടത്. ഗാദി ജീവനക്കാർ കയറ്റിവച്ച കിടക്കകൾ വേഗത്തിൽ ലോറിയിൽ നിന്നിറക്കിയത് നാശനഷ്ടം ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ടഗ്ഗിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. 6 തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 1.25 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മെയ് 24 പുലർച്ചെ 4:30ഓടെയാണ് ഈ അപകടം ഉണ്ടായത്. മംഗളൂരു ഹാർബറിൽ നിന്നും മുംബൈയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന വലിയ ടഗ്ഗാണ് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ബോട്ട് ജോലിക്കാരനായ കന്യാകുമാരി സ്വദേശി സുബിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഡ്രൈവർ ആന്റണി, ജോലിക്കാരായ മെൽട്ടൺ ജോഷ്വ, ഷിബു വോൾസൺ എന്നിവരാണ് ബോട്ടിലുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ. ഹോൺ റോഡൻഡി എന്ന ടഗ്ഗാണ് അപകടത്തിന് കാരണമായതെന്നും ബോട്ടിൽ ഇടിച്ചിട്ടും ടഗ് നിർത്താതെ മുന്നോട്ട് പോകുകയാണുണ്ടായതെന്നും തൊഴിലാളികൾ പറഞ്ഞു. കന്യാകുമാരി സ്വദേശിനിയായ പുനിതയുടെ ഉടമസ്ഥതയിലുള്ള സൂസന്ന എന്ന ബോട്ടിനാണ് അപകടം സംഭവിച്ചത്. ബോട്ടിന്റെ മേൽക്കൂര, ഡെക്ക്, സ്റ്റോർ, ബോഡി ഭാഗങ്ങൾ അപകടത്തിൽ തകർന്നു. ബോട്ടിന്റെ സൈഡ് ഭാഗത്താണ് ടഗ് ഇടിച്ചതെന്ന് ഡ്രൈവർ ആന്റണി പറഞ്ഞു. 1.25 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബോട്ട് ഹാർബറിൽ എത്തിച്ച ശേഷം പരിശോധന നടത്തി. സംഭവത്തിൽ കുമ്പള ഷിറിയ കോസ്റ്റൽ പോലീസ് ബോട്ട് ഡ്രൈവറുടെയും തൊഴിലാളികളുടെയും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗുജറാത്ത് സൈഡിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കരയ്ക്ക് വരുന്ന വഴിയിലാണ്. കാറ്റും കോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കര നെരുങ്ങിയിട്ട്, അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കര കയറാമല്ലോ. ആ എയിമിലാണ് ഞങ്ങൾ കരയിൽ കൂടി ഓടിക്കൊണ്ടുവന്നത്. ഒരു 5-6 നാട്ടിക വ്യത്യാസമുള്ള ദൂരത്തിലാണ് ഓടിക്കൊണ്ടുവന്നത്. ആ വഴിക്ക് വരുമ്പോഴാണ് മഞ്ചേശ്വര ഹാർബറിൻ്റെ നേരെ വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ഡക്ക് കപ്പൽ വന്ന് ഞങ്ങളുടെ ബോട്ടിൽ സെൻറ്ററിൽ വന്നിട്ട് ഇടിച്ചിട്ട് അവർ നിർത്താതെ പോയി. ഞങ്ങൾ വിളിച്ചിട്ടും അവർ മൈൻഡ് ചെയ്യാതെ അങ്ങനെ സോറി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ബോട്ടിൽ ഭയങ്കര ഡാമേജാണ്, ഞങ്ങൾ നിർത്താതെയൊക്കെ പോകുന്നത്, ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയെന്നൊന്നും അതും ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ സോറി ഞങ്ങൾ കണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മൈൻഡില്ലാതെ. ഞങ്ങളുടെ ബോട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടിപാടാണ്. സെൻറ്ററിൽ ഇടിച്ച് ഡെക്ക്, സ്റ്റോറ്, പിന്നെ ടാങ്ക്, ആ ടാങ്കിൻ്റെത് എല്ലാം പൊട്ടി. പിന്നെ ബാക്കിൽ ടോപ്പുണ്ട്, അതൊക്കെ വെള്ളത്തിൽ. അതിലാണ് ഞങ്ങൾ ഉയരെ രക്ഷിക്കാനുള്ള എല്ലാ ലൈഫ് ജാക്കറ്റ്, എല്ലാ റൗണ്ട് ബോയ എല്ലാം അതിലാണുള്ളത്. അത് മൊത്തം വെള്ളത്തിൽ പോയി. അതാ ഞങ്ങൾ എടുക്കാനുള്ള സമയമാണ് ഈ കപ്പൽ ഓടിക്കൊണ്ടിരുന്നത്. ആ ദൂരത്തിൽ പോയിക്കൊണ്ടിരുന്നത് കപ്പൽ. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ നോക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ പൊസിഷൻ നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തത്. പൊസിഷൻ GPS-ൽ അതിൽ ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ ഇതിലാണ് കാണിക്കുന്നത്. ആ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. റേഡിയൻസ്. ആ ടക്കാണ് അടിച്ചത്. ചുവന്ന കളർ നിറമാണ്. ആർക്കെല്ലാം പരിക്കേറ്റത്? സിബിൻ എന്ന ഒരു ആൾക്ക്. എത്ര വയസ്സിലാണ്? 40 വയസ്സാണ്. വലത് കാലിൽ, ഇടത് കൈ, വേറെ തലയിൽ അങ്ങനെ പരിക്കേറ്റു. നിങ്ങൾ എത്ര ആളുണ്ടായി? നിങ്ങളെ 6 പേര് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ആന്റണി, സിബിൻ, മെൽട്ടൺ, ജോഷ്വ, ഷിബു, ഇങ്ങനെ വോൾസൺ. പോലീസ് കേസെടുത്ത് ഞങ്ങൾ 24-ാം തീയതി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇന്നാണ് FIR റിപ്പോർട്ട് കയ്യിൽ തന്നത്. അത് റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ക്ലിയറായിട്ട് വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ശരിയാ തെറ്റാണ്. ഈ പരിക്കേറ്റ കാര്യം നിങ്ങൾ പോലീസിന് മൊഴി കൊടുത്തില്ലേ? പോലീസിൽ ഞങ്ങൾ മൊഴി കൊടുത്ത്, അതിൽ മൊഴിയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഫുള്ളും നഷ്ടമാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് നഷ്ടപ്പെട്ടത്. ബോട്ടിന് എത്ര വിലയുണ്ട്? ആ ബോട്ടിൻ്റെ ഒക്കെ ഇപ്പോൾ ഞങ്ങൾ പുതുസായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയും ഒരു 1.25 ലക്ഷം രൂപയൊക്കെ ആവും ആ ബോട്ടിന്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വിജയ ശതമാനത്തിൽ വർധനവുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ല ഇത്തവണ സംസ്ഥാനത്ത് വിജയ ശതമാന നിരക്കിൽ ഏറ്റവും പിന്നിലായി മാറി. സംസ്ഥാനത്ത് 77.97% വിജയം. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. 103 സ്കൂളുകളിലായി 16,432 പേർ രജിസ്റ്റർ ചെയ്തതിൽ 16,173 പേർ പരീക്ഷ എഴുതി. ഇതിൽ 11,599 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വർധനയുണ്ടായെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലാണ് കാസർഗോഡ് ജില്ല. കഴിഞ്ഞ വർഷം 71.09% വിജയം. ഇത്തവണ 0.63% വർധനവുണ്ട്. തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിൽ 80.95% വിജയം. സംസ്ഥാനത്തെ ശരാശരിയായ 77.97%-ത്തേക്കാളും 6.25% കുറവാണ് ജില്ലയിലെ വിജയം. ഇത്തവണ നേരിയ വർധനയുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിൽ വിജയ ശതമാനം കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഇക്കുറി 998 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അത് 932 പേർക്കായിരുന്നു. 2 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിലെ വിജയ ശതമാനം 42.2%. 1416 പേർ രജിസ്റ്റർ ചെയ്തതിൽ 1365 പേർ പരീക്ഷ എഴുതി. ഇതിൽ 576 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 3 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. 4.55% വിജയം മാത്രമുള്ള GHSS കല്യോട്ടാണ് വിജയ ശതമാന നിരക്കിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പിന്നിൽ. 44 പേർ പരീക്ഷ എഴുതിയ ഇവിടെ 2 പേർ മാത്രമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 0% വിജയം നേടിയ ഏറ്റുമാനൂർ വെട്ടിമുകൾ മംഗളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിലാണ് ഈ സ്കൂൾ. 2 പേർ പരീക്ഷ എഴുതിയ അവിടെ ആരും വിജയിച്ചില്ല. മംഗളം പക്ഷേ അൺഎയ്ഡഡ് സ്കൂളാണ്. GHSS അടൂർ 28.79, GHSS ഷിറിയ 18.3, MIC HSS ചട്ടഞ്ചാൽ 11.76, GHSS പൈവളികെ 17.7 എന്നിവിടങ്ങളിൽ 30% താഴെയാണ് വിജയം. MIC ചട്ടഞ്ചാലിൽ 17 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതാണ് ഇവിടെ ശതമാനം ഉയരുവാൻ കാരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്വന്തമാക്കി അപൂർവ നേട്ടത്തിനുടമയായി കരോളത്തെ M. മുഹമ്മദ് ഷുഹൈബ്. കുവൈത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന K. അയ്യൂബിന്റെയും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ അധ്യാപിക M. ബുഷ്രയുടെയും മകനായ ഈ മിടുക്കൻ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. സയൻസ് തെരഞ്ഞെടുത്ത് പഠിച്ച ഷുഹൈബ് 1200-ൽ 1200 മാർക്കും നേടി. +1-ലും മുഴുവൻ മാർക്കും ഉണ്ടായിരുന്ന ഈ മിടുക്കൻ 10ാം തരത്തിൽ ഫുൾ A+ നേടിയിരുന്നു. പഠന മികവിൽ സംസ്ഥാന തലത്തിൽ തന്നെ 60 വിദ്യാർത്ഥികളിൽ ഒരാളാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഷുഹൈബും മാതാപിതാക്കളും സഹോദരന്മാരും. കുവൈത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കരോളത്തെ K. അയ്യൂബിന്റെയും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ അധ്യാപിക M. ബുഷ്രയുടെയും രണ്ടാമത്തെ മകനാണ് ഷുഹൈബ്. എഞ്ചിനീയറിംഗ് ലക്ഷ്യമിട്ട് കീം പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണെന്ന് ഷുഹൈബ് പറഞ്ഞു. മംഗളൂരു ശ്രീനിവാസ് കോളേജിൽ BCA വിദ്യാർത്ഥിയാണ് മൂത്ത സഹോദരൻ ഹാസിബ്. അനുജൻ ഷിഹാബ് തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം തരം വിദ്യാർത്ഥിയാണ്. +2 പരീക്ഷയിൽ മിന്നും വിജയം നേടിയ ഷുഹൈബിന് അഭിനന്ദനങ്ങൾ നേർന്ന ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും വീട്ടിലെത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, പഞ്ചായത്ത് അംഗം M. സുഹറ എന്നിവർ ഷുഹൈബിന് മധുരം നൽകി അഭിനന്ദനങ്ങൾ നേർന്നു. MSF യൂത്ത് ലീഗ് നേതാക്കളായ അസറുദ്ദീൻ മണിയനോടി, AGC ഷംഷാദ്, VP ഷുഹൈബ്, VPM ഷംസുദ്ദീൻ, വനിതാ ലീഗ് സെക്രട്ടറി VP സുമയ്യ തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികളും ഷുഹൈബിന്റെ നേട്ടത്തിൽ അഭിനന്ദിക്കാനെത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. MES
കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6 കാഞ്ഞങ്ങാട്ട് നടക്കും. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം മൈത്രി ഭവനിൽ ചേർന്ന MES ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും കൺവെൻഷനിലാണ് തീരുമാനമുണ്ടായത്. MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം 2026 ജൂൺ 6 ശനിയാഴ്ച കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. സമ്മേളനം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം മൈത്രി ഭവനിൽ ചേർന്ന MES ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും കൺവെൻഷനിലാണ് തീരുമാനമായത്. യോഗം MES സീനിയർ അംഗവും കാഞ്ഞങ്ങാട് CH സെന്റർ വൈസ് ചെയർമാനുമായ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ആരിഫ് കാപ്പിൽ സ്വാഗതം പറഞ്ഞു. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ MLA-മാർക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകും. ആദ്യകാല MES ജില്ലാ പ്രസിഡന്റും എഴുത്തുകാരനുമായ ഡോക്ടർ KP മുഹമ്മദ് കുഞ്ഞിയെ ചടങ്ങിൽ ആദരിക്കും. ജില്ലയിൽ നിന്ന് SLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർ, CBSE-യിൽ 90% മാർക്ക് വാങ്ങി വിജയിച്ചവർ, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവർ എന്നിവരെ അനുമോദിക്കും. അവർക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും ഒരുക്കിയിട്ടുണ്ട്. മികച്ച എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് MES-ന്റെ ആദ്യകാല നേതാക്കളായ KS അബ്ദുള്ള സ്മാരക അവാർഡ്, MB മൂസ സ്മാരക അവാർഡ് എന്നിവ സമ്മാനിക്കും. യോഗത്തിൽ A ഹമീദ് ഹാജി, BM മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് മാമു, സുറൂർ മൊയ്തു ഹാജി, അബൂബക്കർ ഹാജി സൗദി, VK സാലി ബേക്കൽ, PM കുഞ്ഞബ്ദുള്ള ഹാജി, PM ഹസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജില്ലയിൽ നിന്ന് A+ഉം 90% മേലെ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുമൊക്കെ ആയി ബന്ധപ്പെട്ട് ആ പരിപാടിയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതം പ്രഥമമായിട്ടാണ് MES-ൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ MES-ൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നമ്മുടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഹൃദ്യമായ ഒരു വരവേൽപ്പ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. MES ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മുസ്ലിം വിദ്യാഭ്യാസ സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. 2026 ജൂൺ 4, 5, 6 തീയതികളിലായി കാസർഗോഡ് വെച്ച് നടന്ന കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. ലേബർ കോഡും ഇന്ത്യൻ തൊഴിൽ സാഹചര്യങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. സമയമില്ല, ഇനിയും വേണം, 2 മണിക്കൂറെങ്കിലും വേണം, അച്ഛനെവിടെയെങ്കിലും പോയിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ 3 നില കെട്ടിടത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റോറി ഷോ എന്ന് അന്വേഷിച്ചു. എവിടെയെങ്കിലും അല്പസമയം 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ 3 നില കെട്ടിടത്തിനകത്ത് ഒരാൾക്ക് പോലും ആ കേശപ്പ് ഒഴികെ വേറൊരാൾക്കും ഇരിക്കാനുള്ള ഇരിപ്പിടം ആ ഹാളിൻ്റെ അകത്ത് ഉണ്ടായില്ല. നിങ്ങൾ നോക്കൂ, 9 മണിക്കാണ് ആ ഷോപ്പ് തുറക്കുന്നത്, രാത്രി 10 മണിക്കാണ് ആ ഷോപ്പ് അടക്കുന്നത്. എത്ര സമയം ആ തൊഴിലാളി എത്ര മണിക്കൂർ ജോലി എടുക്കേണ്ടി വരും? 12, 13 മണിക്കൂർ. എത്രയായി രാജ്യത്തെ നിയമം? 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഇതിന്റെ സന്ദേശമാണ് ചിക്കാഗോ പ്രക്ഷോഭത്തിന്റെ പരിണിതഫലമായി നാം നേടിയെടുത്ത അവകാശമാണ് നമ്മുടെ കേരളത്തിനകത്ത്. 10 വർഷം അടുത്ത വർഷം ഭരിച്ച കേരളത്തിനകത്ത് പോലും സാങ്കേതികമായി കേരളത്തിനകത്ത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ടി രാമകൃഷ്ണൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തൊഴിലുറപ്പ് മന്ത്രിയായപ്പോൾ ഇരിപ്പിട സൗകര്യം നിയമസഭക്കകത്ത് നിയമം മൂലം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനത്താണ് ഇപ്പോഴും ഈ നിലയിലേക്ക് നമുക്കാണ്. നാം ഷോപ്പിനകത്ത് പോയാൽ നമുക്ക് ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നുന്നില്ലേ? നമ്മുടെ സഹോദരിമാർ ആ ഷോപ്പിനകത്ത് ജോലി ചെയ്യുമ്പോൾ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും? എത്ര വർഷം ആ നിലയിൽ തുടർച്ചയായി ജോലി ചെയ്യാൻ വേണ്ടി പറ്റും? CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു വിഷയാവതരണം നടത്തി.
യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി കരുണാകരൻ, ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ വി രമേശൻ, KSTA ജില്ലാ പ്രസിഡന്റ് KV സുജാത ടീച്ചർ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV രാഘവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി K വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ആറങ്ങാടി അറഹ്മ സെന്റർ പ്രദേശത്തെ വിവിധ ജമാഅത്തുകളിലെ ഉസ്താദുമാർക്ക് പുതുവസ്ത്രങ്ങൾ നൽകി. പുതുവസ്ത്ര വിതരണം ചെറിയ പ്രായത്തിൽ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിൽ ഷമീമിന് കൈമാറി അബ്ദുൽ അസീസ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വിവിധ മഹല്ലുകളിലെ ഇമാമുമാർക്കും ഉസ്താദുമാർക്കും ആറങ്ങാടി അറഹ്മ സെന്റർ ഒരുക്കിയ പെരുന്നാൾ പുതുവസ്ത്രം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിൽ ഷമീമിന് കൈമാറി പ്രഗത്ഭ വാഗ്മിയും പ്രമുഖ പണ്ഡിതനുമായ അബ്ദുൽ അസീസ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. ലഹരികൾ ഒഴുകി കോടിക്കണക്കിന് വരുന്ന കാശുകൾ ചെലവാക്കി ഒരു സമൂഹത്തെ തന്നെ അല്ലെങ്കിൽ വലിയൊരു ജനവിഭാഗത്തെ തന്നെ ധാർമ്മികപരമായി തകർക്കുന്ന ഒരു ചുറ്റുപാട്. അതേസമയത്ത് നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാത്ത ആഹ്ലാദമുണ്ടാക്കിയ ഒന്നാണ് ഒരൊറ്റ കുടിലും ദാരിദ്ര്യമുണ്ടാകരുതെന്ന് കരുതി കോടിക്കണക്കിന് വരുന്ന അരികളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ പെരുന്നാളിൻ്റെ ആ സുന്ദരമായ സന്ദേശം ഓരോ വീടുകളിൽ എത്തുന്ന രൂപത്തിൽ കോടിക്കണക്കിന് ഫിത്ർ സക്കാത്തിന്റെ അരികളാണ് മുസ്ലിം സമൂഹം നീക്കിയത്. ഇത് വലിയ എണ്ണപ്പെടേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. നമുക്കറിയാം, ഈ ആറങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു റഹ്മ എന്ന് പറയുന്ന ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു സ്രോതസ് ഉണ്ടാക്കിയത് തന്നെ പ്രത്യേകിച്ച് ആറങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം കരുണയുടെ കവാടം തന്നെയാണ് ആറങ്ങാടി. റഹ്മ എന്ന ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ സംഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ മഹല്ലിൽ വരുന്ന പാവങ്ങളെ ഏതു രൂപത്തിലും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് പഴയ കാലത്തെ പൂർവികന്മാർ തന്നെ. ആറങ്ങാടി എന്ന് പറഞ്ഞാൽ ഏത് ആളുകൾക്കും ഏത് നാട്ടുകാർക്കും ആറങ്ങാടി എന്ന് പറയുന്ന സന്തോഷമാണ്. അറഹ്മ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹജ്ജിന്റെ പുണ്യകർമ്മത്തിൽ പ്രവേശിച്ച ദിവസം അറിവും അവഗാഹവുമുള്ള പുതുതലമുറയുടെ സൃഷ്ടിപ്പിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉസ്താദുമാരെ ചേർത്ത് പിടിക്കാൻ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രബലരായ
ജീവകാരുണ്യ സംഘടന അരഹ്മ സെന്റർ തീരുമാനിച്ചത് തുല്യതയില്ലാത്ത കാരുണ്യ പ്രവർത്തനമാണെന്നും അബ്ദുൽ അസീസ് അഷ്റഫി അഭിപ്രായപ്പെട്ടു. ആറങ്ങാടി ടൗൺ ഇമാം ഹാഫിൽ ഷെഫീഖ് റഹ്മാനി, കൂളിയങ്കാൽ ഇമാം ബഷീർ മുസ്ലിയാർ, തോയമ്മൽ ഇമാം മുഹമ്മദ് അബ്ദുല്ല ഹുദവി, പടിഞ്ഞാർ ഇമാം അബ്ദുൽ സലാം സഅദി, അരയി ഇമാം മുഹമ്മദ് നായിഫ് അസ്നവി, അരഹ്മ സെന്റർ വൈസ് ചെയർമാൻ മുത്തലിബ് കൂളിയങ്കാൽ, ഇ കെ മജീദ് ഖത്തർ, റഫീഖ് നിലാങ്കര എന്നിവർ സംസാരിച്ചു. ആറങ്ങാടി ജമാഅത്ത് പ്രസിഡന്റ് എം കെ റഷീദ് ഹാജി, കൂളിയങ്കാൽ ജമാഅത്ത് ട്രഷറർ ടി ഖാദർ ഹാജി, കൊവൽപ്പള്ളി ജമാഅത്ത് പ്രവർത്തക സമിതി അംഗം സി അബ്ദുള്ള ഹാജി, അരയി ജമാഅത്ത് സെക്രട്ടറി ജലീൽ കാർത്തിക, പടിഞ്ഞാർ ജമാഅത്ത് കമ്മിറ്റി നിർവാഹക സമിതി അംഗം PVM കുട്ടി ഹാജി, അലങ്കാർ അബൂബക്കർ ഹാജി, ഹൈദർ ഹാജി കൊവൽപ്പള്ളി എന്നിവർ പുതുവസ്ത്രങ്ങൾ കൈമാറി. കൺവീനർ അഷ്റഫ് കോട്ടക്കുന്ന് സ്വാഗതവും ഇബ്രാഹിം പള്ളിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷി പെൻഷൻ കാര്യക്ഷമമാക്കണമെന്നും കാലാനുസൃതമായ വർധനവുണ്ടാക്കണമെന്നും നിരവധി വർഷമായി മാറ്റമില്ലാതെ തുടർന്ന KSRTC യാത്രാപാസിന്റെ വരുമാന പരിധി കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും അനുദിനം ഗതാഗത പ്രയാസം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നടന്ന ഡിഫറന്റ് എബിൾ പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കിഴക്കുംകര മുച്ചിലോട്ട് സ്കൂളിൽ നടന്ന സമ്മേളനം കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി പെൻഷൻ കാര്യക്ഷമമാക്കണമെന്നും കാലാനുസൃതമായ വർധനവുണ്ടാക്കണമെന്നും നിരവധി വർഷമായി മാറ്റമില്ലാതെ തുടർന്ന KSRTC യാത്രാപാസിന്റെ വരുമാന പരിധി കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും അനുദിനം ഗതാഗത പ്രയാസം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നടന്ന ഡിഫറന്റ് എബിൾ പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കിഴക്കുംകര മുച്ചിലോട്ട് സ്കൂളിൽ നടന്ന സമ്മേളനം കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആര് ഭരിച്ചാലും ഈ മേഖലയിലെ എല്ലാ വിഭാഗത്തിൻ്റെയും ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും സംരക്ഷിക്കാനും അവർക്ക് ലഭ്യമാകേണ്ട നിയമാനുസൃതമായ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് കരുത്തായി താങ്ങലായി കേരളത്തിലെ ഗവൺമെൻറ്റുകൾ നിലനിൽക്കണമെന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സ്വാഭാവികമായും ഈ സമ്മേളനം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഈ കാഞ്ഞങ്ങാട് ഏരിയ അതിർത്തിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദമായി റിപ്പോർട്ട് വെക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് എത്ര കണ്ട് നമുക്ക് ഈ വിഭാഗങ്ങളുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിച്ചെല്ലുക വഴി ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഈ മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിലെത്ര കണ്ട് നമുക്ക് അവരെ നമ്മുടെ ഭാഗമാക്കി മാറ്റി അവരുടെ സംരക്ഷണത്തിൻ്റെ സംഘടന എന്ന നിലയിൽ നിലകൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങി വിശദമായ ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തി. ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി A സുരേഷ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K പവിത്രൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി KN അനിതയെ പ്രസിഡന്റായും വിനോദ് കുമാർ ചെമ്മട്ടം വയലിനെ വൈസ് പ്രസിഡന്റായും K പവിത്രനെ സെക്രട്ടറിയായും അനീഫ കൊളവയലിനെ ജോയിന്റ് സെക്രട്ടറിയായും T കുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തിരുവനന്തപുരം വെങ്ങാനൂർ VPM ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ച SPC സംസ്ഥാന സഹവാസ ക്യാമ്പിൽ മികച്ച ജില്ലയ്ക്കുള്ള ട്രോഫി നേടിയ SPC കാസർഗോഡ് ടീം അംഗങ്ങൾക്ക് ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകി. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയിൽ കാലിക്കടവ് ടൗണിൽ നിന്നും ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്വീകരിച്ചാനയിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ നടത്തിയ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് അംഗീകാരം ലഭിച്ചത്. ഈ അവധിക്കാലത്ത് ജില്ലാതല സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ല മാത്രമായിരുന്നു. സംസ്ഥാന ക്യാമ്പിലെ അംഗങ്ങളായി പങ്കെടുത്ത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കേഡറ്റുകളുടെ അച്ചടക്കം ഉൾപ്പെടെ പരിഗണിച്ചാണ് സംസ്ഥാനത്തെ മികച്ച ടീമിനുള്ള ട്രോഫി ലഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി, അഡീഷണൽ പോലീസ് മേധാവി CM ദേവദാസ് എന്നിവരുടെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തനം നടത്തിയ SPC കാസർഗോഡ് ജില്ലാ ടീമിന് സംസ്ഥാന ക്യാമ്പിൽ മികച്ച ജില്ലയ്ക്കുള്ള അംഗീകാരം തുടർച്ചയായി രണ്ടാം തവണയാണ് ലഭിക്കുന്നത്. 42 പേർ ഉൾപ്പെടുന്ന കാസർഗോഡ് ജില്ലാ SPC ടീമിനെ ജില്ലാ SPC കോർഡിനേറ്റർ, കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്ന 4 ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, സോഷ്യൽ പോലീസ് കോർഡിനേറ്റർ, പ്രൊജക്ട് അസിസ്റ്റന്റ് ഉൾപ്പെടെ 10 പേരാണ് ക്യാമ്പിനായി ഒരുക്കിയെത്തിച്ചത്. കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം സർവീസിൽ നിന്ന് വിരമിക്കുന്ന SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാന് സമർപ്പിക്കുന്നതായി വിദ്യാർത്ഥികൾ കരഘോഷങ്ങൾക്കിടയിൽ പറഞ്ഞു. ചന്ദേര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നടന്ന അനുമോദന യോഗം ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും നോഡൽ ഓഫീസറുമായ CM ദേവദാസ് ഉദ്ഘാടനം ചെയ്തു.
ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയ ജില്ലാ ക്യാമ്പുകളാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനത്തിൽ വേറെ ഏത് ജില്ലയിലും ജില്ലാതല ക്യാമ്പ് നടത്തിയില്ല. SPCയുടെ നമ്മൾ മാത്രമാണ് നടത്തിയത്. അതിൽ ഈ സ്റ്റേറ്റ് ക്യാമ്പിനുള്ള ഒരു പരിശീലനമായിട്ടും കൂടെ നമ്മൾ അതിനെ കണ്ടിരുന്നു. അതിലാ ഡിസിപ്ലിൻ, എങ്ങനെ കുട്ടികൾ പെരുമാറണം, എങ്ങനെ ഡ്രസ്സ് വസ്ത്രവിധാനം എങ്ങനെ വേണം, എങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഒരു ട്രെയിനിങ് കൂടിയല്ല. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജു, ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ, സോഷ്യൽ പോലീസിംഗ് ജില്ലാ കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ, ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K ശശിധരൻ, SPC ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പ്രദീപൻ കോതോളി, PK ആനന്ദകൃഷ്ണൻ, K അമൃത, MH അപർണ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ M ധന്യ എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജില്ലയിലെ പ്രഗത്ഭ നായർ തറവാടായ മലയാളത്തിലും അന്യഭാഷകളിലും നിരവധി സിനിമകൾക്ക് പശ്ചാത്തലമൊരുക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകുകയും ചെയ്ത മടിക്കി ഏച്ചിക്കാനം ചിരക്കര തറവാട് കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. തറവാട്ടിൽ വെച്ച് നടന്ന ചടങ്ങ് എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പ്രഗത്ഭ നായർ തറവാടായ മലയാളത്തിലും അന്യഭാഷകളിലും നിരവധി സിനിമകൾക്ക് പശ്ചാത്തലമൊരുക്കുകയും സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ജന്മം നൽകുകയും ചെയ്ത മടിക്കി ഏച്ചിക്കാനം ചിരക്കര തറവാട് കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. തറവാട്ടിൽ വെച്ച് നടന്ന ചടങ്ങ് എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഈ കുടുംബസംഗമം പരിപാടി 3 ഈ തറവാടിന്റെ 3 പുതിയ അംഗങ്ങൾക്ക് ഇന്ന് ഒരു ആദരം നൽകുന്ന ഒരു പരിപാടി ഇവിടെ നടത്തുന്നു. ശാസ്ത്രചന്ദ്ര ദർശനം കണ്ട AC സാവിത്രിയമ്മ, AC ധനഞ്ജയൻ നമ്പ്യാർ, AC പത്മനാഭൻ നമ്പ്യാർ ഇവർക്കാണ് ഇവിടെ ആദരം നൽകിയത്. ഈ തറവാട് വീട് കാണുമ്പോൾ ഞങ്ങൾക്ക് പണ്ടത്തെ ഞങ്ങളുടെ വീടിൻ്റെ ആ കുടുംബം, അതിൻ്റെ സംസ്കാരം അതെങ്ങനെ ഉണ്ടാവോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പുള്ളി ജനിച്ചത് ഇങ്ങനത്തെ ഒരു വീട്ടിലാണ്. ആ കാലത്തിൽ 10-25 പേര്, 50 പേര്, 100 പേര് ഇങ്ങനത്തെ വീട്ടിൽ കൂടി താമസിക്കുന്ന സംസ്കാരമുണ്ടായിരുന്നു. കൂട്ടുകുടുംബങ്ങളിൽ നിന്നാണ് സംസ്കാരമുണ്ടാകുന്നത്. അണുകുടുംബമായ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് പ്രചോദനമാകുന്ന പഴമയുടെയും പുതുമയുടെയും ഇത്തരം കുടുംബ സംഗമങ്ങളിലൂടെ സാധിക്കുമെന്ന് സ്വാമിജി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ AC ധനഞ്ജയൻ നമ്പ്യാർ, കാഞ്ഞങ്ങാട്ടെ ജനകീയ ഡോക്ടർ AC പത്മനാഭൻ, മാനടുക്കം AC സാവിത്രിയമ്മ എന്നിവരെ ആദരിച്ചു. തൃക്കരിപ്പൂർ മുതൽ മുളിയാർ വരെ 28 ഗ്രാമങ്ങളിൽ നിന്നായി 300ഓളം അംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. AC പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. K വേണുഗോപാലൻ നമ്പ്യാർ, AC സുകുമാരൻ എന്നിവർ സംസാരിച്ചു. AC ഗോപിനാഥ് സ്വാഗതവും AC സുകുമാരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സാംസ്കാരിക സംഗമത്തിൽ AC പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ തറവാട് പ്രതിനിധികളായ വേങ്ങയിൽ ദേവിദാസൻ നായർ, കോടോത്ത് ജനാർദ്ദനൻ നായർ, PK ഭാസ്കരൻ നമ്പ്യാർ, ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ, ബ്രിഗേഡിയർ K പ്രഭാകരൻ നായർ, OK വിജയരാഘവൻ നമ്പ്യാർ, KK രാധാകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. AC കുഞ്ഞിക്കണ്ണൻ നായർ സ്വാഗതവും ഡോക്ടർ സുമേഷ് പത്മനാഭൻ നന്ദിയും പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭവനരഹിതരായവർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് ചീമേനിയിൽ തുടക്കമായി. പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് ₹1 വീതം 100 ദിവസം മാറ്റിവെച്ചാണ് ശ്രീഭവനം ഒരുമയിലുയരും കൂട് പദ്ധതിക്കായുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഒരു CDSലെ ശരാശരി 4500 അംഗങ്ങളിൽ നിന്നും മാത്രം ഇത്തരത്തിൽ 4.5 ലക്ഷത്തോളം രൂപ കണ്ടെത്തുവാനാകും.
ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്നും നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൗജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. സിവിൽ എഞ്ചിനീയർമാരുടെ സന്നദ്ധ സേവനമുറപ്പാക്കി ആകർഷകമായ പ്ലാനും ഡിസൈനും സൗജന്യമായി തയ്യാറാക്കി നൽകുന്നതിലൂടെ നിർമ്മാണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കുവാനും സാധിക്കും. ലൈഫ് മിഷനിൽ പെടാത്തവർക്ക് മുൻഗണന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, തുണയില്ലാത്ത മുതിർന്ന പൗരന്മാർ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ഭവനരഹിതർ തുടങ്ങിയവർക്കാണ് പദ്ധതിയിൽ മുൻഗണന. വാർഡ് കമ്മിറ്റികളുടെ പ്രത്യേക സ്ക്രീനിങ്ങിനും CDS പരിശോധനകൾക്കും ശേഷമാണ് ഏറ്റവും അർഹരായ ഗുണഭോക്താവിനെ നിശ്ചയിക്കുന്നത്. ചീമേനിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് നിർവഹിച്ചു. വളരെയധികം അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ ചെറിയൊരു സമയം കൊണ്ട് അങ്ങനെ വലിയൊരു സാമ്പത്തിക ഭദ്രതയിൽ ആൾക്കാരൊന്നും അല്ല ഈ നാട്ടിലുള്ളവർ. ഒരു 10-30% നമുക്ക് അങ്ങനെയൊക്കെ കാണാം. പക്ഷെ ഇതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇങ്ങനെ സാമ്പത്തികം സമാഹരിക്കാൻ പറ്റിയത് നമുക്കിതിന്റെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ്. തീർച്ചയായിട്ടും കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മറ്റൊരു രീതിയിലുള്ള സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യരുടെയും ചേർത്ത് പിടിക്കലോടൊപ്പം ലോക മാതൃകയായി ഇന്ത്യക്ക് കേരളം സമ്മാനിച്ച ഈ ബൃഹത് പ്രസ്ഥാനം ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. കാരണം നമുക്ക് ഏത് രീതിയിലുള്ള ഭരണകൂടം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും കുടുംബശ്രീ എന്നൊരു സംവിധാനം നിലനിന്ന് പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 പ്രളയവും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ മിച്ചം വെച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ച ചെറിയ ചെറിയ സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പല രീതിയിലുള്ള സാമ്പത്തികത്തിൽ നിന്നും ഒരു തുക എടുത്തുകൊണ്ട് ഒരു പക്ഷേ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ തുക ഇത്തരത്തിൽ ആക്രി പെറുക്കിയും മറ്റും മിച്ചം വെച്ചുണ്ടാക്കിയ ഈ തുകയിൽ നിന്നും കൊടുത്ത 11.5 കോടി രൂപ കൊടുത്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് നമ്മുടെ കുടുംബശ്രീ എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് ഓർമ്മിക്കണം. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏറ്റവും വലിയ തുക കൊടുത്ത ഒരു സംവിധാനം ഏത്? അത് നമ്മുടെ കുടുംബശ്രീയാണ്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VK ശോഭന അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV ജനാർദ്ദനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രജനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ദിവാകരൻ, വാർഡ് മെമ്പർ AV ലളിത, ബ്ലോക്ക് മെമ്പർ PV ഷീബ, ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ, രാജു P, അനിത, വിജിഷ, അശ്വിനി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV അനീഷ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി വിനോദ് CV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. Mansoor Hospital and School of Nursing, Kanyangad. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫാസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.
കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടർന്നു. പൈവലികെ അഹ്ദൽ നഗറിൽ നടന്ന SSF സെക്ടർ സാഹിത്യോത്സവം സമാപിച്ചു. 546 പോയിന്റ് നേടി കണ്ണാടിപ്പാറ യൂണിറ്റ് ജേതാക്കളായി. SSF സെക്ടർ സാഹിത്യോത്സവിൽ 546 പോയിന്റ് നേടി കണ്ണാടിപ്പാറ യൂണിറ്റ് 1ാം സ്ഥാനത്തെത്തി. അട്ടഗോളി 2ാം സ്ഥാനവും ശാന്തിയോട് 3ാം സ്ഥാനവും നേടി. 2 ദിവസങ്ങളിലായി പൈവളികെ അഹ്ദൽ നഗറിൽ നടന്ന സാഹിത്യോത്സവിൽ സെക്ടറിലെ 8 യൂണിറ്റുകളിൽ നിന്നായി 240 പേരാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിൽ സെയ്ദ് ആരിഫ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സെക്ടർ സെക്രട്ടറി അനസ് മുസ്ലിയാർ കയർക്കട്ടെ അധ്യക്ഷത വഹിച്ചു. അസീസ് കളായി ആശംസാ പ്രസംഗം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി ബായാർ അനുമോദന പ്രഭാഷണം നടത്തി. മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് സഖാഫി തൊക്കെ, മൂസ സഖാഫി പൈവളികെ എന്നിവർ സംസാരിച്ചു. SSF 23ാമത് സാഹിത്യോത്സവ ജേതാക്കളെ SSF ഡിവിഷൻ പ്രസിഡന്റ് മുനീർ ഹിമമി പ്രഖ്യാപിച്ചു. വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന മുഹ്യുദ്ദീൻ പള്ളി റോഡ് കോളന്തടിയിൽ വൻ മാലിന്യ കൂമ്പാരം. കാലവർഷം തുടങ്ങാനിരിക്കവേ ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത് പരിസരവാസികളിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നെല്ലിക്കുന്ന മുഹ്യുദ്ദീൻ പള്ളി റോഡ് കോളിൻ്റടിയിൽ മാലിന്യങ്ങൾ മല പോലെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതുവഴി കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും മൂക്കുപൊത്താതെ സഞ്ചരിക്കുവാൻ സാധിക്കില്ല. പരിസരത്ത് താമസിക്കുന്നവർക്കും മാലിന്യം കാരണം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. മുനിസിപ്പാലിറ്റി റവന്യൂവിന്റെ അധീനതയിലുള്ള സ്ഥലമാണിത്. എന്നിട്ട് പോലും ബന്ധപ്പെട്ടവർക്ക് ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. കാടുകൾ മൂടിക്കിടക്കുന്നതിനാൽ പാമ്പുകളുടെ വാസസ്ഥലമായി ഇവിടം മാറിയിട്ടുണ്ട്. പാമ്പുകൾ റോഡിലൂടെ ഇഴഞ്ഞു പോകുന്നത് നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. തൂഫാൻസ് നെല്ലിക്കുന്ന്, സ്റ്റാക്സ് നെല്ലിക്കുന്ന്, നെല്ലിക്കുന്ന് സ്പോർട്ടിംഗ് എന്നീ ക്ലബ്ബുകൾ മുൻ ജില്ലാ കളക്ടർക്കും MLAയ്ക്കും ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. മുനിസിപ്പാലിറ്റിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാര നടപടിക്കായി ഇടപെടൽ നടത്തിയില്ലെന്ന് നാട്ടുകാരും ക്ലബ്ബുകളുടെ ഭാരവാഹികളും പറയുന്നു. ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കാരണം തെരുവ് നായ്ക്കളും പാമ്പുകളും പെരുകുന്നുണ്ട്. പാമ്പുകളുടെയും നായ്ക്കളുടെയും ശല്യം കാരണം സന്ധ്യാസമയമായാൽ ഇതുവഴി നടന്നു പോകുവാനോ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാനോ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് തെരുവ് നായ്ക്കളും പാമ്പുകളും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്കൂളുകൾ അവധി കഴിഞ്ഞ് തുറന്നാൽ ഇതിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ കൂമ്പാരമായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവിടെ ഒരു അങ്കണവാടിയോ ലൈബ്രറിയോ ക്ലബ്ബോ നിർമ്മിക്കുവാൻ അധികാരികളോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടത്തെ മാലിന്യങ്ങൾ മഴ പെയ്താൽ ഒഴുകി ഓടയിലേക്ക് വീഴുകയും മഴവെള്ളം പോകുവാനാകാതെ കെട്ടിക്കിടന്ന് റോഡിലേക്ക് വെള്ളമൊഴുകി പോകുന്ന അവസ്ഥയുമുണ്ടാകും. ഇവിടെ നിന്നും മാലിന്യങ്ങൾ കാക്കകൾ കൊത്തിയെടുത്ത് പരിസരവാസികളുടെ കിണറുകളിലും വീട്ടുമുറ്റത്തും കൊണ്ടിടുന്ന സാഹചര്യവുമുണ്ട്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ ആരും മുന്നോട്ട് വരാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും സ്കൂൾ ബാഗ് നൽകി വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA കമ്മിറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രദേശത്തെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും സ്കൂൾ PTAയും ഒന്നിച്ചു കൈകോർത്തപ്പോൾ സഫലമായത് ഒരു സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും സൗജന്യമായി സ്കൂൾ ബാഗ് നൽകുക എന്ന സ്വപ്നമാണ്.
സംസ്ഥാനത്ത് തന്നെ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ബാഗ് നൽകുക എന്ന ദൌത്യം യാഥാർത്ഥ്യമാക്കിയത് ഒരുപക്ഷെ വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA കമ്മിറ്റിയാകും. ഇതോടെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം ഒരേ നിറത്തിലും ഒരേ മേന്മയിലുമുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള അന്തരം ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു എന്നത് വലിയ പ്രത്യേകതയാണ്. സ്കൂളിൽ നടന്ന സൗജന്യ ബാഗ് വിതരണത്തിന്റെ ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി നിർവഹിച്ചു. എങ്ങനെയാണത് പറ്റുന്നതെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും. ഒരു നാടിനകത്തെ സ്കൂളുകൾ എങ്ങനെ വികസിക്കണം, അല്ലെങ്കിൽ അതിന്റെ വിജയത്തിൽ എന്തുമാത്രം ഞങ്ങളൊക്കെ പങ്കാളികളാവണമെന്ന് തീരുമാനിക്കുന്നത് ആ നാടിനകത്തെ ജനങ്ങളാണ്. നമ്മുടെ നാടിനകത്തെ സ്കൂളുകൾ എത്രമാത്രം ഉയരത്തിലേക്ക് എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുവോ അത്രമാത്രം അവർ അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യും. അതിന്റെ തെളിവ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ തുറക്കുമ്പോഴേക്ക് മുഴുവൻ കുട്ടികൾക്കും ബാഗ് വിതരണം ചെയ്യാമെന്നുള്ള PTA ഈ തീരുമാനത്തോടെ ഈ നാടൊന്നാകെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി പറ്റിയത്. PTA പ്രസിഡന്റ് P. വിനോദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ P. പ്രകാശൻ, സീനിയർ അസിസ്റ്റന്റ് K. ഉമാദേവി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ T. വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N. ശോഭന നന്ദിയും പറഞ്ഞു. തുടർന്ന് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സിന്ധു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സിന്ധു ഗിരീഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. റൂമിലെ ഒരു കുട്ടി ആയിരിക്കും ചിലപ്പോൾ തുടക്കത്തിൽ പ്രശ്നക്കാരി അല്ലെ പ്രശ്നക്കാരൻ, അവസാനം ആകുമ്പോഴത്തേക്കും ആ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും 5 പേരും ഒരേപോലെ പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. ഒരു കുട്ടിയോട് നീ അങ്ങനെ വേണ്ട എന്ന് മറ്റു കുട്ടി പറഞ്ഞാൽ നീ ആരടാ, നീ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് ആ കുട്ടിയെയും കൂടി ഇതിലോട്ട് വലിച്ചഴിക്കുന്ന ഒത്തിരി കാഴ്ചകൾ ഞങ്ങളും സ്ഥിരം കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയാണ് ഞങ്ങളിവിടെ ഈ സെൻറ്റർ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ ചെറിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുട്ടികൾ നന്നായിട്ട് വഴക്ക് പറയും, പേരൻസിനെ പറയും ഒക്കെ ചെയ്യുമ്പം പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകുന്നില്ല. ഞങ്ങളെ കുട്ടികൾ ഇതുവരെ +2 വരെ അല്ലെ ഡിഗ്രി വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നവരാണ്. പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ള ചോദ്യം. അപ്പം ഞങ്ങളൊക്കെ കുറേയൊക്കെ സൈലൻ്റായി ഇരിക്കുവാണ്. ഇവരെ പോലെ യൂണിഫോം ഇട്ട ആൾക്കാർക്ക് മാത്രമാണ് കുറേയും കൂടി ഇതൊക്കെ പറയാൻ യോഗ്യത. അപ്പം നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും ഇവർ 2 പേരും കൂടി കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസർ CKV സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ റീന V തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വളരെ മോശം. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം അല്ലേ. ഈ അബ്കാരി ആക്ട് എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഉപയോഗം, വിപണനം, കടത്ത് തുടങ്ങിയ അവ കണ്ടുപിടിച്ച് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന ആക്ടാണ് അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. എന്താണ്? മദ്യത്തെ സംബന്ധിക്കുന്ന കേസുകൾ കൈകാര്യം ചെയ്യുക, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പെണ്ണെടുത്ത് എഴുതി അത് വൈകാട്ട് പഠിക്കാനൊന്നും വേണ്ട കേട്ടോ. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് പാലക്കീൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് പുതിയപുരയിൽ നാൽപ്പാടി തറവാട് കട്ടിലവെക്കൽ ചടങ്ങ് നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. തറവാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാണിക്കോത്ത് പുതിയപുരയിൽ തറവാടിന്റെ കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. രാവിലെ 7:30 മുതൽ 9 മണി വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു മുരളി ആചാരി ചെക്യാർപ്പ്, പുല്ലൂർ കൃഷ്ണൻ മേസ്ത്രി, ബാലൻ നാൽപ്പാടി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ചടങ്ങ് നടന്നത്. തറവാട് പ്രസിഡന്റും കാരണവരുമായ P. കുഞ്ഞാമൻ, സെക്രട്ടറി PK നാരായണൻ തുരുത്തി, കൊവ്വിൽ ദാമോദരൻ, കൃഷ്ണൻ താനത്തിങ്കാൽ, രാഘവൻ മാണിക്കോത്ത്, രാമചന്ദ്രൻ പുല്ലൂർ, കരുണൻ മാണിക്കോത്ത്, ഫൽഗുനൻ കൊളവയൽ എന്നിവർ നേതൃത്വം നൽകി. തറവാടംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ CPIM പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നുമ്മൽ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടത്തിയത്.
തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് പരുത്തിയുമായി വന്ന ലോറിയിൽ എഞ്ചിൻ ഭാഗം തീപിടിച്ചു കത്തി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി തീയണച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ടഗ്ഗിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. 6 തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് ജില്ലയിൽ +2 പരീക്ഷയിൽ 71.72% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വിജയ ശതമാനത്തിൽ വർധനവുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ല ഇത്തവണ സംസ്ഥാനത്ത് വിജയ ശതമാന നിരക്കിൽ ഏറ്റവും പിന്നിലായി മാറി. സംസ്ഥാനത്ത് 77.97% വിജയം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്വന്തമാക്കി അപൂർവ നേട്ടത്തിനുടമയായി കരോളത്തെ എം മുഹമ്മദ് ഷുഹൈബ്. കുവൈത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കെ അയ്യൂബിന്റെയും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ അധ്യാപിക എം ബുഷ്രയുടെയും മകനായ ഈ മിടുക്കൻ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. MES കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6 കാഞ്ഞങ്ങാട്ട് നടക്കും. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം മൈത്രി ഭവനിൽ ചേർന്ന MES ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും കൺവെൻഷനാണ് തീരുമാനം. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.